Good morning, my dear students. Welcome to our next class of Management Theory and Practices. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിലേക്ക് നമ്മൾ കയറാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസിൻ്റെ. അപ്പോൾ ആസ് യൂഷ്വൽ ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞു പോയിട്ടുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് എടുത്തു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും മൊഡ്യൂൾ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ബേസിക് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് മാനേജർ. അതാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു പോകുന്നു. അതിനൊപ്പം തന്നെ നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. And today that we are discussing a new topic, that is management and administration. അതായത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും വെദർ ദി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദാറ്റ് വെദർ ദർ ഈസ് എനി ഡിഫറൻസ് between the two or is it the same concept എന്നുള്ളതാണ് that we are going to discuss first in today's class. Okay, അപ്പോൾ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ that is the topic. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് എന്നുള്ളതും ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ദാറ്റ് ഈസ് ജനറലി ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർചേഞ്ചബിളി എന്താണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ മാനേജ്മെൻറ്റ് വയ്ക്കും, ചില സ്ഥലങ്ങളിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ദാറ്റ് വി ഹാവ് ടു ആക്ച്വലി നോ വട്ട് ഈസ് മാനേജ്മെൻറ്റ് ആൻഡ് വട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഒരു കോമൺ മാനിനെ സംബന്ധിച്ച് അത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമ്മളൊരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് ആണെന്നുള്ള നിലയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് വട്ട് ഈസ് മാനേജ്മെൻറ്റ് ആൻഡ് വട്ട് ഈസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു പല ആളുകളും പല രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. ചിലർ അത് ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലരും ദ ടു കൺസെപ്റ്റ്സ് ആർ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, അപ്പോൾ നമുക്കത് നെയിം ഒന്നും ഇൻഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് പറയുന്നത് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കിങ് എന്നാണ് പറയുന്നത്, എന്താണ് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡൂയിങ്. മാനേജ്മെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് നമ്മൾ ആ ചിന്തിച്ച കാര്യങ്ങളില്ലേ, തിങ്ക് ചെയ്തത്, അത് ദാറ്റ് ഈസ് ഡൂയിങ്, നടപ്പിലാക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഹാസ് സെഡ് ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് തിങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് ഡൂയിങ്. ഓക്കെ, ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഈ ഒരു ഗ്രൂപ്പ്, നമുക്കപ്പോൾ ഗ്രൂപ്പ് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനൊരു ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഗ്രൂപ്പ് ഓൾസോ തിങ്സ് ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ടോപ്പ് ലെവൽ ഫങ്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് എ ലോവർ ലെവൽ ഫങ്ഷൻ. അപ്പോൾ ഈ ഒരു ദാറ്റ് ഈസ് തിങ്കിങ് ഉള്ളവർ വിചാരിക്കുന്നത് എന്താ, അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തിങ്കിങ് അല്ലേ, വളരെ ഇൻ്റലക്ച്വലി നമുക്ക് തിങ്ക് ചെയ്യേണ്ടതാണ്. അത് ഒരു ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആയിട്ടും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഡൂയിങ് ആണെന്ന് പറഞ്ഞു അല്ലേ, അത് ഒരു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ ഫംഗ്ഷൻ എന്നാണ് അത് ഇവർ പറയുന്നതെന്നാണ് പറയണത്. അതായത് എന്നിട്ട് പറയണത് ഇങ്ങനെയാണ്, നമുക്ക് ആക്ച്വലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ ആയാലും ശരി മാനേജ്മെൻറ്റ് ആയാലും ശരി, ഇറ്റ് ഹാസ് ടു ബി ഡൺ, ദ മാനേജർ ഹാസ് ടു ഡൺ ബോത്ത് ദ ആക്ടിവിറ്റീസ്. ഒരു മാനേജ്മെൻറ്റിനെ തിങ്ക് ചെയ്യും വേണം, ഹി ഹാസ് ടു ഡു, അത് ഡൂയിങ് ദാറ്റ് ഈസ് ഡൂയിങ് എന്നുള്ളതിലേക്ക് അത് കൊണ്ടുവരികയും വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അറ്റ് ടോപ്പ് ലെവൽ ദർ ഈസ് മോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഈ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് പറയുന്നത്, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കൂടുതലുള്ളത് ടോപ്പ് ലെവലിലും നമ്മുടെ ആ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ആ പിരമിഡ് കണ്ടില്ല നമ്മൾ, ആ പിരമിഡിൽ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലോവർ ലെവൽ എടുത്തുമ്പോൾ അവിടെ എന്താണ്, എന്ത് കുറയുന്നു, അഡ്മിനിസ്ട്രേഷൻ കുറയുന്നു. കൂടുതൽ അവിടെ ഏത് എലമെൻറ്റ് കയറി വരുന്നു, മാനേജ്മെൻറ്റ് എന്നുള്ള എലമെൻറ്റ് കയറി വരുന്നു, അതാണ് പറയുന്നത്. ആൻഡ് വെറാസ് അറ്റ് ദി ലോവർ ലെവലിൽ കൂടുതൽ അപ്പോൾ എന്തായിരിക്കും എന്നാണ് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ടോപ്പ് ലെവലിലാണ്, ഓരോ ലെവലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മാനേജ്മെൻറ്റ് കൂടുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോവർ ലെവലിൽ ഏതായിരിക്കും അധികം, സ്വാഭാവികമായും ഏതായിരിക്കും, മാനേജ്മെൻ്റ് ആയിരിക്കും അധികം എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവില്ല, ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അത്ര കാര്യമായിട്ടുണ്ടാകില്ല. അപ്പോൾ ക്ലിയർ, അതാണ് പറയണത്. അപ്പോൾ ഞാനൊരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്ന് കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ വി വിൽ കം ടു നോ ദാറ്റ് വട്ട് ഈസ് എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ലെവൽസ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്ന ആളുകൾ പറയുന്നതാണ്. ഇത് രണ്ട് കോൺസെപ്റ്റുകളാണ്. അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ടോപ്പ് ലെവലിലും മാനേജ്മെൻറ്റ് കൂടുതൽ ലോവർ ലെവലിലുമായിരിക്കും എന്നാണ് ദാറ്റ് ഈസ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു വ്യൂ. ഇനി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ട്, സെക്കൻഡ് വ്യൂ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് വ്യൂ, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ ബ്രോഡ് ടേം എന്നാണ് അവർ പറയുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേഷൻ. അവർ മാനേജ്മെൻറ്റിനെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ളൊരു ടേമാണ്, അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ കംസ്. അതാണ് ദാറ്റ് ഈസ് സെക്കൻഡ് വ്യൂവിൽ പറയുന്നത്.
And according to this view അനുസരിച്ചിട്ട് the functions of management can be divided into two categories. അപ്പോൾ ഈ സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിട്ട് അതായത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, രണ്ട് കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരും അത് സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിസ്ചാർജ് അറ്റ് ദി ടോപ്പ് ലെവൽ. ആ കാര്യം അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് എന്നാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ നിലയ്ക്ക് ആരാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ടോപ്പ് ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഈ സെക്കൻഡ് വ്യൂ അനുസരിച്ചിട്ട്, ദാറ്റ് ഈസ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് എന്നുള്ള ടേം വന്നു അല്ലേ, ഡൂയിങ്. അപ്പോൾ ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് യൂഷ്വലി പെർഫോംഡ് അറ്റ് ദി ലോവർ ലെവൽ. അത് സാധാരണ നിലയ്ക്ക് എവിടെയാണ്, ലോവർ ലെവലിലാണത് പെർഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് സെക്കൻഡ് വ്യൂ. ഇനി യെറ്റ് അനദർ വ്യൂ ഉണ്ട്, അതായത് പീറ്റർ എഫ് ഡ്രക്കർ അദ്ദേഹം പറയുന്നത് ദാറ്റ് ഈസ് ഒരു അനദർ വ്യൂ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഉണ്ട്. അദ്ദേഹം എന്താണെന്നാണ് പറയുന്നത്, ഹു സേസ് ദാറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലൈസ് ഇൻ ദ യൂസ് ഓഫ് ദീസ് വേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. അതായത് ഓരോ ഫീൽഡിലും ഇതെങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത്. ഓക്കെ, പീറ്റർ എഫ് ഡ്രക്കർ എന്നൊക്കെ നമ്മൾ യൂഷ്വലി നിങ്ങൾ കേട്ട് പരിചയമുള്ള പേര് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച്, അപ്പോൾ തേർഡ് വ്യൂ ആണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഏത് ഫീൽഡിൽ അത് യൂസ് ചെയ്യുന്നോ ആ ഫീൽഡിൽ അത് യൂസ് ചെയ്യുന്ന രീതിയിൽ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ എന്തുണ്ടെന്നാണ് പറയുന്നത്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിന് കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ദി ഗവേണൻസ് ഓഫ് നോൺ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബിസിനസ് അല്ലാതെ നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണോ? നോ, ഇറ്റ്സ് സർവീസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ദാറ്റ് ഈസ് നോൺ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈസ് ജനറലി കോൾഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നമ്മുടെ അവിടേക്ക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുക. മാനേജ്മെൻറ്റ് നമ്മൾ പറയുമെങ്കിലും കൂടുതൽ അവിടെ എന്താണ് അതാണ് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുകയാണ് നമ്മൾ പറയാനുള്ള കാരണം. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട്, അതായത് ഗവൺമെൻറ്, ആർമി, ചർച്ചിൽ, പള്ളിയിൽ, അവിടെ നമ്മൾ ബിസിനസ് അല്ലല്ലോ അവിടെയൊന്നും നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നമ്മളവിടെ ഏത് ടേം യൂസ് ചെയ്യും, മാനേജ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യില്ല. ദാറ്റ് വി ആർ യൂസിങ് ദ ടേം അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ആൻഡ് വൈൽ ദി ഗവേണൻസ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ലാഭത്തിന് വേണ്ടി മിയർലി പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നല്ല യൂസ് ചെയ്യുക. ദാറ്റ് വി യൂസ് ദ ടേം മാനേജ്മെൻറ്റ് എന്ന് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ വ്യൂ പോയിൻറ്റ്. 3 വ്യൂ പോയിൻറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ? ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്കതിൻ്റെ കൂടി ഒരു കൺക്ലൂഷൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ടു കൺക്ലൂഡ്, പ്രാക്ടിക്കലി എന്താണെന്നാണ് പറയുന്നത്, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് രണ്ടും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഡിഫറൻസുകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് എല്ലാ മാനേജേഴ്സിനും ഏത് ഫംഗ്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. മാനേജ്മെൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ ആയാലും ശരി, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യമായാലും രണ്ടും ചെയ്യേണ്ടി വരും. അതായത് തിങ്കിങ്ങും ചെയ്യണം, ഡൂയിങ്ങും ചെയ്യണം. അപ്പോൾ അത് എവരി മാനേജർക്ക് അത് പെർഫോം ചെയ്യണമെന്നാണ് പറയണത്. അതുകൊണ്ട് എന്താണെന്നാണ് പറയണത്, പക്ഷേ എന്നാലും ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് സ്പെൻഡ് മോർ ടൈം ഓൺ അഡ്മിനിസ്ട്രേഷൻ. അവർ ഭരണകാര്യങ്ങൾ, എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞെങ്കിൽ അവർ കൂടുതൽ സമയം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് സ്പെൻഡ് മോർ ടൈം ഓൺ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണെന്ന് സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ പോയിന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റും സെക്കൻഡ് ഈസ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിലും പറയാം, അഡ്മിനിസ്ട്രേഷൻ ഒന്നും കൂടി ആർക്കാണ്, ദാറ്റ് ഈസ് ടോപ്പ് ലെവലിൽ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒന്ന് ലോവർ ലെവലിലേക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എന്നുള്ളത്. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഒരു വ്യത്യാസങ്ങളും ഇല്ലെങ്കിൽ ഇനി ഒരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ പറ്റണം അത് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണത് എവിടെയായിരിക്കും, ടോപ്പ് ലെവലിലായിരിക്കും. കുറവ് ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് കൂടുതൽ ചെയ്യുന്നത് ലോവർ ലെവലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കയറാനുള്ളത്. ഇനി ദാറ്റ് വി ആർ കമ്മിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക് ഓഫ് അവർ സിലബസ് വൈസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആൻ ഓവർവ്യൂ ഓഫ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം എല്ലാ അതായത് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പല തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫങ്ഷൻസ് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് വി വിൽ കൺക്ലൂഡ്.
ഒരു പ്രത്യേക ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഈ പറഞ്ഞ എലമെൻറ്റുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ഫങ്ഷൻസ്, അതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നമുക്കതിന് മുൻപ് അറിയണം ദാറ്റ് ഈസ് എന്താണ് വാട്ട് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെയാണ് പല ഓതേഴ്സും പല രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക അല്ലേ. അപ്പോൾ അതിൽ പ്രത്യേകം എടുത്ത് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ഈസ് ഹെൻറി ഫെയോൾസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അങ്ങനെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേര്, ജോർജ് ആർട്ടറിയുടെ ഏതാണ്, ഗള്ളിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്, കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ, അതാണ് നമ്മൾ സാധാരണ പഠിക്കുക. ഏണസ്റ്റ് ഡേൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 4-5 പേരുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിരിക്കണം. കാരണം ഞാൻ പറയുന്നു ഇത് 1 വേർഡിലായിരുന്ന സമയത്ത് നമുക്ക് അത്ര 1 വേർഡിൽ എവിടെയെങ്കിലും അങ്ങനെ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 2 മാർക്സിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളതിനാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റണം. എന്തിനാണ്? ദാറ്റ് ഈസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾ. ആ സിമ്പിൾ ഉത്തരം മനസ്സിലാക്കി വയ്ക്കുക. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്ന ഈ സംഭവം നമ്മൾ ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസംബ്ലിങ് ആൻഡ് യൂട്ടിലൈസിങ് മെൻ. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇതിലേക്ക് വരികയാണ്. അതായത് മെൻ 4 M's എന്നാണ് നമ്മൾ പറയുക അല്ലേ. അതിലൊരു M ആണ് മെൻ എന്ന് പറയുന്നത്. അവരെ അസംബിൾ ചെയ്ത് കൂട്ടി എല്ലാവരും കൂടി ഒരു സ്കിൽഡും അൺസ്കിൽഡ് ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവരെ ഒന്നിച്ച് കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അത് അതിനകത്ത് വരുന്നുണ്ട്. മെറ്റീരിയൽസ് അല്ലേ, ഇൻപുട്ടുകൾ, മെറ്റീരിയൽസ് കൊണ്ടുവരണം. ആൻഡ് മെഷീൻസ്, ഓഫ് കോഴ്സ് മെഷീനറീസ് നീഡഡ് ആണ്, എന്നാലാണ് അവിടെ പ്രൊഡക്ഷൻ കാര്യമായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഈ ഓഫ് കോഴ്സ് ഇതിനെല്ലാം നമുക്ക് ഏത് വേണം? മണി വേണം. അപ്പോൾ 4 M's ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിനെല്ലാം അസംബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു അച്ചീവ് ദി പ്രീ ഡിറ്റർമിൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ ഈ 4 M'സിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് അതിനെ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ and consist of several activities or elements. ഇത് എപ്പോഴെന്താണെന്നാണ് പറയുന്നത്, വളരെ റിജിഡ് ഒന്നും ആയിരിക്കില്ല. അതായത് മാറ്റങ്ങൾക്ക് ചേഞ്ചസ് അനുസരിച്ച് എന്ത് ചെയ്യണം? മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് എന്താണ് വിത്തിൻ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റിനകത്ത് എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, ഒരുപാട് മാനേജ്മെൻറ്റ് ഡൈനാമിക് ആണ്. അതുപോലെ അതിന് അകത്ത് തന്നെ ചെയ്യേണ്ട ഒരുപാട് പെർഫോം ചെയ്യേണ്ട ഒരുപാട് ആക്ടിവിറ്റീസുകളും എലമെൻസുകളും ഉണ്ടാകും. അത് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ആൻഡ് ദീസ് ആക്ടിവിറ്റീസ് ഓർ എലമെൻറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, വിച്ച് മാനേജർ performs to achieve the organizational objective are called functions of management. അപ്പോൾ അതാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസുകളും ഒരുപാട് എലമെൻസുകളുണ്ട്. ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ എലമെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാനേജർ പെർഫോം ചെയ്യും. ആ പെർഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. ആ സംഭവത്തിലാണ് ഈ ചെയ്യുന്ന, അതായത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി എന്താണെന്നാണ് പറയണത്? അപ്പോൾ ഈ പറഞ്ഞ അതായത് കുറേ ആക്ടിവിറ്റീസും കുറേ എലമെൻസുകളും അത് കൃത്യമായിട്ട് മാനേജർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അദ്ദേഹം ചെയ്യുന്നു പോകുന്ന ഫങ്ഷണൽ പ്രവൃത്തികൾ, അതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എ പ്രോപ്പർ ബ്ലെൻഡ് ഓഫ് വേരിയസ് ഫങ്ഷൻസ് മേക്സ് ദ മാനേജ്മെൻറ്റ് എ സക്സസ്. ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയും. അതിന് നമ്മൾ കൂട്ടിക്കലർത്തുക. അത് കൃത്യമായിട്ട് ഒരെണ്ണം കൂടുതലാവോ അധികമാവോ ഒന്നും ചെയ്യരുത്. അതിന് കൃത്യമായ പ്രൊപ്പോർഷനിൽ അത് ബ്ലെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താവുള്ളൂ? സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വരുന്നത്. ഇനി ഈ മാനേജ്മെൻറ്റ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? 2 ഹെഡുകളിലാക്കി തിരിക്കാം. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ 2 heads. അപ്പം ക്ലിയർ ആക്കി വെക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ക്ലിയർലി ബി ഡിവൈഡ് ഇൻറ്റു 2. ഒന്ന് ഓപ്പറേഷണൽ ഫങ്ഷൻസും ഒന്ന് മാനേജറിയൽ ഫങ്ഷൻസും. ക്ലിയർ. അപ്പോൾ ഒരെണ്ണം ഓപ്പറേഷണൽ ഫങ്ഷൻസ് കുറച്ചുണ്ടായിരിക്കും, മാനേജറിയൽ ഫങ്ഷൻസും കുറച്ചുണ്ടായിരിക്കും. ഓക്കെ, അത് ഏതൊക്കെയാണ് ഈ ഓപ്പറേഷണൽ ഫങ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓപ്പറേഷണൽ ഫങ്ഷൻസ് കൺസിസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്,
പേഴ്സണൽ, മെറ്റീരിയൽ ആൻഡ് ഓഫീസ്. ഇതൊക്കെ എന്താണ് അതിൻ്റെ ഓപ്പറേഷണൽ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതായത് ഇതിലൊക്കെ ഒരു തരം പ്രവൃത്തികളുണ്ട് അല്ലേ. മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യണം. ഫിനാൻസ് അല്ലേ, അവിടെ കൃത്യമായിട്ടുള്ള ഒരു ആക്ടിങ്, നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും കാര്യം ചെയ്യണം. പിന്നെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് പേഴ്സണലി ഇവിടെ പറയുമ്പോൾ HR ട്ടോ, ഹ്യൂമൻ റിസോഴ്സിനെയാണ് പറയുന്നത്. മെറ്റീരിയൽസ്, ഓഫീസ്, ഇതൊക്കെ ഈ പ്രൊഡക്ഷൻ, ഇതൊക്കെ അവിടെ എന്തെങ്കിലും ദാറ്റ് ഈസ് സംതിങ് ഈസ് ഡൺ എന്നുള്ള രീതിയിലാണ്. അതിനെ നമ്മൾ വിളിക്കുക ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹെഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, മാനേജറിയൽ ഫങ്ഷൻസ്. എന്താണ് ഈ മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്. നമ്മൾ എണ്ണം പഠിക്കുകയും കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അത് ചിലപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് പഠിക്കുക, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതാണ് മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിതിൽ ഏത് ഫങ്ഷൻസ് ആയിരിക്കും എടുത്ത് പഠിക്കേണ്ടാവുക? നമ്മൾ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദാറ്റ് വി ആർ ഗിവിങ് ഫോക്കസ് ടു ദി മാനേജറിയൽ ഫങ്ഷൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ന് വെച്ചിട്ട് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് മറന്നു കളയരുത്. ഏതാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ നന്നായി ഓർത്ത് വെക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, that we are focusing on the managerial functions. അത് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഈ ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസ് ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗനൈസേഷൻസിൽ എന്തുണ്ടാവുള്ളൂ, പ്രൊഡക്ഷൻ എന്നുള്ള ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് പ്രൊഡക്ഷൻ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങി അസംബിൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ബിസിനസ് യൂണിറ്റ്സുകളായിരിക്കും. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വേണ്ട. അപ്പോൾ അതാണ് പറയുന്നത് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഡിഫർ ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ, വ്യത്യസ്തപ്പെട്ടിട്ട് ഇരിക്കാം. പക്ഷേ മാനേജറിയൽ ഫംഗ്ഷൻ, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് എ മസ്റ്റ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്. അത് എല്ലാവരും ഇറ്റ് വിൽ ബി സെയിം ഫോർ ഓൾ ടൈപ്സ് ഓഫ് ബിസിനസ്സിന് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്, അവർ സ്റ്റഡി ഈസ് പ്രസൻ്റ്ലി ലിമിറ്റഡ് ടു ദി മാനേജറിയൽ ഫങ്ഷൻസ് ഓൺലി. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ദാറ്റ് ഈസ് മാനേജറിയൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട്, മാനേജറിയൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാറിയണം ദാറ്റ് വി ആർ ഫോക്കസിങ് ഓൺ ദി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് വൺ ബൈ വൺ. അപ്പോൾ ഓരോ ഓതേഴ്സും ഓരോ തരത്തിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. Let us discuss the classification given by some important management experts. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ കുറേ പേരുടെ ഉണ്ട്, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെൻറി ഫയോളാണ്. മനസ്സിലാക്കി വയ്ക്കുക, യു നോ ഹൂ ഈസ് ഹെൻറി ഫയോൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നു അല്ലേ മൊഡ്യൂൾ 1. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവരുടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാൻ തരുന്നുണ്ട്. അതായത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഹെൻറി ഫയോളുടെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്നുകൂടി അത് വായിച്ചു പോകാം. ഹെൻറി ഫയോളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. നമ്മൾ മുമ്പ് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള ഡെഫിനേഷൻ. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനേഷൻ അനുസരിച്ച് ദ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ്. ഈ ഒരു ഡെഫിനിഷൻ നോക്കിയിട്ട് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ എടുത്ത് പറയാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആയിരിക്കുക ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ. സെക്കൻഡ് ഈസ് ഓർഗനൈസിങ്. തേർഡ് ഈസ് കമാൻഡിങ്, ടു കമാൻഡ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കമാൻഡിങ്. ഫോർത്ത് ഈസ് കോർഡിനേറ്റിംഗ് ആൻഡ് ഫിഫ്ത്ത് ഈസ് കൺട്രോളിങ്. അപ്പോൾ അദ്ദേഹം 5 ഫങ്ഷൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ഇതാണ് ഹെൻറി ഫയോളുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആരുടെയാണ് പഠിക്കുന്നത്? ജോർജ് ആർ ടെറി. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ വരണം കേട്ടോ. ഇതൊക്കെ മാനേജറിയൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്സുകളാണെന്നുള്ള രീതിയിൽ നമുക്ക് ഈ പേരുകൾ പരിചയം വേണം. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പഠിച്ച നിലയ്ക്ക് നമുക്ക് ഓർമ്മയിലേക്ക് വരണം. അതിൽ ജോർജ് ആർ ടെറി അദ്ദേഹം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി ദർ ഈസ് 4 ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അദ്ദേഹം 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പ്ലാനിങ്, അത് വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് ഈസ് ഓർഗനൈസിങ് തന്നെയാണ്. തേർഡ് ഈസ് ആക്ച്വേറ്റിംഗ് ആൻഡ് ഫോർത്ത് ഈസ് കൺട്രോളിങ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പറഞ്ഞു തരുന്നത്. ദാറ്റ് ഈസ് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയാം. ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യേറ്റീവ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മൾ എന്തിനും ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാമെന്ന് പറയില്ലേ, അതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ക്ലിയർ? എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് ആക്ച്വേറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് ഇറ്റ് ഡിനോട്ട്സ് ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്.
ഇതാണ് ആക്ച്വേറ്റിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഡയറക്റ്റ് ചെയ്യുന്ന ആളെ മോട്ടിവേറ്റ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് അല്ലെ പ്രോത്സാഹിപ്പിക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതാണ് ദാറ്റ് ഈസ് ആരുടെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി. നെക്സ്റ്റ് ഈസ് ഗള്ളിക്സ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ എന്തായാലും നിങ്ങൾ പഠിച്ചു കാണും. പോർട്സ്കോർബ് എന്നാണ് നമ്മളതിൻ്റെ വൺ വേർഡ് പഠിക്കുക. അത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ ഡെഫിനേഷൻസും പറയാൻ പറ്റും. പോർട്സ്കോർബ് PODSCORB നമുക്ക് നോക്കാം എന്താണ് നമുക്ക്. അപ്പോൾ അതിലത്രയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടോ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ലൂതർ ഗള്ളിക് എന്നാണ്. അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ USA ഫസ്റ്റ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. അദ്ദേഹം നല്ലൊരു എക്രോണിമാണ് എന്തെന്ന് പറയുന്നത് പോർട്സ്കോർബ്. അപ്പോൾ ആ എക്രോണിം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എക്സാമിന് അങ്ങനെയായിരിക്കും ചോദിക്കുക. ഇലാബറേറ്റ് ദ എക്രോണിം പോർട്സ്കോർബ് എന്നായിരിക്കും പറയുക. അപ്പോൾ എന്താണ് ഈ എക്രോണിം എന്നുള്ളത്, അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ ആ പോർട്സ്കോർബ് എന്താണെന്ന് ഡീറ്റെയിൽ ചെയ്യുക. അതായത് അതിൻ്റെ P സ്റ്റാൻഡ്സ് ഫോർ ദിസ്, O സ്റ്റാൻഡ്സ് ഫോർ ദിസ്, D സ്റ്റാൻഡ്സ് ഫോർ ദിസ് എന്ന് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്കോണമി ദാറ്റ് ഈസ് അതിൻ്റെ എക്കോണമിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വായിക്കുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് P സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്, O സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ്, D സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റിംഗ്, S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ്, CO അത് രണ്ടെണ്ണം എടുത്തിട്ടാണ് പറയുന്നത്. CO സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേറ്റിംഗ്, R സ്റ്റാൻഡ്സ് ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബജറ്റിംഗ്. അപ്പോൾ അത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. NB ആണ് കേട്ടോ. അപ്പോൾ അതവിടെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. 2 മാർക്സിന് ചോദിക്കാൻ ധാരാളം 2 മാർക്കിന് ഇനഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതാണ് ഗള്ളിക്സ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് കൂൺസ് ആൻഡ് ഓഡോണൽസ് ക്ലാസിഫിക്കേഷൻ. അതാണ് നമ്മൾ പഠിക്കുക ശരിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് 5 ആക്കി തിരിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ക്ലിയർ. അപ്പോൾ അതിൽ നമ്മൾ കോർഡിനേറ്റിംഗ് എന്നുള്ളത് അവിടെ നമ്മൾ എടുത്ത് പറയാറില്ല. കൺട്രോളിങ് എന്ന് മാത്രമേ അവിടെ വെക്കാറുള്ളത്. തീർച്ചയായും പഠിച്ചു വയ്ക്കുക. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരുവിധം മോഡേൺ ഓതേഴ്സൊക്കെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എടുക്കുന്നവരാണ്. ഞാൻ പറയാം നമ്മളും പഠിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. മോസ്റ്റ് ഓഫ് ദി മോഡേൺ ഓതേഴ്സ് അഗ്രി വിത്ത് ദിസ് വ്യൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത് ഏണസ്റ്റ് ഡെയിൽസ് ക്ലാസിഫിക്കേഷനാണ്. ആരുടെയാണ്? ഏണസ്റ്റ് ഡെയിൽ. അദ്ദേഹം എങ്ങനെയാണ് ഇനി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. He has classified the management function into 7. അപ്പോൾ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഏണസ്റ്റ് ഡെയിലാണ്. അദ്ദേഹം 7 ഫങ്ഷൻസാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെയൊക്കെ ദാറ്റ് ഈസ് 4 എണ്ണം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. പഠിക്കാൻ 5 എണ്ണം, അതായത് നമ്മുടെ കൂൺസ് ആൻഡ് ഓഡോണൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ഷൻ, കൺട്രോൾ. കണ്ടോ, അത് എല്ലാം വന്നിട്ടുണ്ട്. അത് കൂടാതെ 2 അഡീഷണൽ ഫങ്ഷൻസും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നോവേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഇന്നോവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആണെങ്കിൽ ന്യൂ എന്നുള്ള മീനിങ് ആണ് ഇന്നോവേഷൻ. പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അതും ഒരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ഞാൻ ഈ ഓർഗനൈസേഷന് വേണ്ടി വരുന്ന രീതിയിൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതും ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. ദാറ്റ് ഈസ് ആര് പറയണത്? ഏണസ്റ്റ് ഡെയിൽ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 മാനേജ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഹെൻറി ഫൈവൽസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ജോർജ് ആർ ടെറിയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഗള്ളിക്സ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ദാറ്റ് ഈസ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ആൻഡ് ഏണസ്റ്റ് ഡെയിൽസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇവരുടെയൊക്കെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ അതിനകത്ത് നിന്ന് ഈ ഡിസ്കഷൻ, അതായത് ഇങ്ങനെ 5 പേരുടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്താണെന്നാണ് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആർ ആസ് ഫോളോസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് അതിൽ? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂൺസ് ആൻഡ് ഓഡോണൽ അവരുടെയാണ്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതാണ് നമ്മുടെ ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദീസ് 5 പോയിൻറ്റ്സ്. വേറെ എഴുതിയാലും കുഴപ്പമില്ല, കൺട്രോളിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയാലും തെറ്റൊന്നും ആരും ഇടില്ല. പക്ഷേ ഇത് എഴുതിയാൽ തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. കൺട്രോളിംഗ് പഠിച്ചു വയ്ക്കാം. എന്താണ് ഇന്നോവേഷൻ എന്നുള്ളതും ഇനീഷ്യേറ്റീവ് എന്നുള്ളതൊന്നും എഴുതിയാൽ ആരും തെറ്റൊന്നും ഇടാൻ പോകുന്നില്ല. പക്ഷേ
ജനറലി നമ്മളിതാണ് 5 ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് ഡിസ്കസ് 1 by 1. അപ്പോൾ ഇവിടെ ജസ്റ്റ് വി ആർ ഡൂയിങ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി വയ്ക്കുക, 5 ഫംഗ്ഷൻസ് നമ്മൾ ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ പോലും ഇല്ല, അതെന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. അതാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. ആൻഡ് ഓവർവ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാണ്. അതിനുശേഷം ഈച്ച് ഓഫ് ദീസ് ഫംഗ്ഷൻ ഹാസ് ടു ബി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ ഒരു ഹെഡിങ് ഓവർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ഫംഗ്ഷനും പ്ലാനിങ് ഡീറ്റെയിലേക്ക് പോകും, ഓർഗനൈസിങ് ഡീറ്റെയിലേക്ക് പോകും, സ്റ്റാഫിംഗ് പോകും, ഡയറക്റ്റിംഗ് പോകും, കൺട്രോളിംഗ് പോകും. ഇനി വരുന്ന മൊഡ്യൂൾസുകളെല്ലാം അതാണ്. ഓരോ മൊഡ്യൂളുകളാക്കി തിരിച്ച് തന്നെ നമ്മൾ ഇത് ഓരോന്നും പഠിച്ചു പോകും, ഓരോ ഫംഗ്ഷൻസ്. അപ്പോൾ അത്രയാണ് അതടങ്ങിയ നമ്മുടെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ BBAയുടെ സിലബസായി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഞാൻ ഇതിനി ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും എന്താണെന്ന് പറഞ്ഞു തരില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, സ്റ്റെപ്സ് എന്താണ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളതിപ്പോൾ അതായത് അത്യാവശ്യം വാട്ട് ഈസ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ എഴുതാനുള്ളത് ഇവിടെ ഇപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു പോകും. ഓക്കെ, അതായത് അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ കൂൺസ് ആൻഡ് ഡോണൽ, അതെ അവരുടെയാണോ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നത്, അവ എങ്ങനെയാണ് ഈ ഓരോന്നിനെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്ലാനിങ്, എന്താണ് പ്ലാനിങ് എന്നുള്ളത് കൂൺസ് ആൻഡ് ഓഡോണൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ഇറ്റ്, when to do it and who is to do it. അപ്പോൾ നല്ലൊരു ഡെഫിനിഷനാണ് പ്ലാനിങ്ങിൻ്റെ പഠിച്ചു വെക്കാനുള്ളത് കേട്ടോ. പ്ലാനിങ് എന്ന് ചോദിച്ചാൽ എപ്പോൾ നിങ്ങൾ വട്ട് ഈസ് പ്ലാനിങ്, ഡിഫൈൻ പ്ലാനിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഡെഫിനിഷൻ ഫോർ ഇറ്റ് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ പേര് എഴുതിയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം കൂൺസ് ആൻഡ് ഓഡോണലിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ പേര് അവിടെ കിട്ടും. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അത് റൈറ്ററുടെ പേരും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. ഇനി വാട്ട് ടു ഡു, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഹൗ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, വെൻ എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്, ആൻഡ് ഹു ആരാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് അതിൽ പറയണത്. ഇറ്റ് ഹെൽപ്സ് ഇൻ, അതായത് പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. അതായത് പ്ലാനിങ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പ്ലാനിങ്, അതായത് നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതും ഇനി ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള വഴി എന്താണെന്നുള്ളതും അതാണ് പറയുന്നത്. ആൻഡ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഫോളോഡ് ടു അച്ചീവ് ദം. അപ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നും ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള വഴി എന്താണെന്നും ഏത് നടത്തിയാൽ നമുക്കറിയാം. കൃത്യമായൊരു നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാമെന്നാണ് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഇസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അപ്പോൾ നിങ്ങൾക്ക് മുൻപുള്ള ബാച്ചിനൊക്കെ വൺ വേർഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്ന ഓഫ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഇത് ലൈൻ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വൺ വേർഡിൻ്റെ പ്രശ്നമില്ലാത്താനും കുഴപ്പമില്ല. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അതായത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കുക. നമ്മൾ ലീപ് ബിഫോർ യു എന്ന് പറയില്ലേ, ചാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക നമ്മൾ പറയില്ലേ, തിങ്ക് ബിഫോർ യു ലീപ്പ് അതാണ് നമ്മൾ പറയുക. ഓക്കെ, തിങ്ക് ബിഫോർ യു ലീപ്പ്. ഓക്കെ, സോറി. അത് പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നാണ് പറയുന്നത്. എ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയിൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെർഫോർ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലുക്കിംഗ് എഹെഡ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിന് നമുക്ക് എന്താണെന്ന് പറയാം, ലുക്കിംഗ് എഹെഡ്, മുന്നോട്ട് നോക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്ലാനിങ് എന്ന് പറയും. ഓക്കെ, and it also consists of examining various alternative course of actions available. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ പല വഴികളുണ്ടായിരിക്കും അല്ലേ. ഒരു വഴി മാത്രം ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, സ്ട്രെയിറ്റ് വഴി ഉണ്ടായിരിക്കാം, എല്ലാ ആളുകളുടെ പറമ്പിൽ കൂടെ കടന്നു വരുന്ന വഴികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ അതിന് വേറെ ഇപ്പോൾ NH വഴിയോ ഇങ്ങനെ പല വഴികളുണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലേക്ക് വരാൻ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കുക ഏതാണ് ബെസ്റ്റ് പോസിബിൾ, എനിക്ക് ഏത് കൂടെ വന്നാലാണ് വേഗം എത്താൻ സാധിക്കുക. വണ്ടിയിലാണ് വരുന്നുണ്ടെങ്കിൽ കിലോമീറ്റേഴ്സ് എവിടെയാണ് കുറവ്, നമ്മൾ പെട്രോൾ ലാഭിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കും. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈസ് തിങ്കിങ് ഓർ എക്സാമിനിങ് ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ അവൈലബിൾ. നമ്മൾ നോക്കും ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നമ്മളുടെ മുന്നിലുണ്ടെന്ന് നോക്കും. അതിൽ നിന്ന് നമ്മൾ ഏത് സെലക്ട് ചെയ്യും ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് വൺ. അതിൽ നിന്ന് ഏറ്റവും ഇപ്പോൾ എനിക്ക് വീട്ടിലെത്തണമെങ്കിൽ ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ വേ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ പാവർട്ടിയിൽ നിന്ന്
എനിക്ക് അയ്യന്തോളിൽ എൻ്റെ വീട്ടിലേക്ക് എത്താൻ 2 വഴിയുണ്ട്. ദാറ്റ് ഈസ് ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ ആ ഭാഗങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം, പാങ്ങന്ന് തിരിഞ്ഞ് അമല പറപ്പൂർ അമല വഴി ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നേരെ പോയി, എനിക്ക് ആ ഭാഗം കറക്റ്റ് അറിയില്ല, എനിക്കോട് മുല്ലശ്ശേരി ആ വഴി വന്ന് കാഞ്ഞാണി വഴി വന്ന് എനിക്ക് അവിടെ ഇറങ്ങി ഗ്രൗണ്ടിൽ ഇറങ്ങി എനിക്ക് അങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ഞാൻ ആലോചിക്കുന്നതാണ് 2 വഴിയുണ്ട്, ഏതാണ് എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ്, ഏതിലാണ് എനിക്ക് ബെസ്റ്റ് ഫെയർ കുറവ് അല്ലേ. അപ്പോൾ എൻ്റെ മുന്നിൽ 2 ഓൾട്ടർനേറ്റീവ് വഴികളുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വീട്ടിൽ എളുപ്പം എത്താൻ പറ്റുന്നതും ഓഫ് കോഴ്സ് ബെസ്റ്റ് ഫെയർ ഏതാണ് കുറവുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സെലക്ട് ദാറ്റ് വൺ കേട്ടോ. അത് എൻ്റെ പ്ലാനിങ് ആണ്. ഓക്കെ, എൻ്റെ പ്ലാനിങ് അനുസരിച്ച് എനിക്ക് ഇന്ന സമയത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഈ വഴി പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മുടെ പ്രിഡിറ്റർമൈൻ ഗോൾസിലേക്ക്, എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്, വീട്ടിലെനിക്ക് വേഗം എത്താൻ പറ്റുക അല്ലേ, അതും ഏറ്റവും കുറഞ്ഞ ചിലവ്. ദാറ്റ് ഈസ് അതാണ് ഞാൻ എന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. അപ്പോൾ അതാണ്, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലതെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പഠിച്ച് വെക്കുക. ഇനി ഞാൻ പ്ലാനിങ് വീണ്ടും നമ്മൾ ഡിസ്കഷനിലേക്ക് പോകും, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ വീണ്ടും പ്ലാനിങ് എന്താണെന്നൊന്നും പറഞ്ഞു തരില്ല, ജസ്റ്റ് ഒരു ഡെഫിനേഷനൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്, ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് കൂൺസ് ആൻഡ് ഓൺഡോണലിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഈസ് എ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ബൈ വിച്ച് ആൻ എൻ്റർപ്രൈസ് ഈസ് ബൗണ്ട് ടുഗദർ. ഫുൾ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം. ബൗണ്ട് ടുഗദർ ആൻഡ് എ ഫ്രെയിം വർക്ക് in which individual effort is coordinated. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയും അല്ലേ, അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു രൂപരേഖ ഉണ്ടായിരിക്കും. അത് ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടായിരിക്കും ആ ഓർഗനൈസേഷൻ എന്ത് ഉണ്ടായിരിക്കുക, ബൗണ്ട് ടുഗദർ, അതായത് ഒന്നിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കുക. അതായത് ഓർഗനൈസേഷൻ ഒരു ഭാഗം അവിടെ ഒരു ഭാഗം ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതൊരു റിലേഷൻഷിപ്പ്, സ്ട്രക്ചറൽ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഈസ് ബൗണ്ട് ടുഗദർ ആൻഡ് ദ ഫ്രെയിം വർക്ക് ഒരു ഫോട്ടോയുടെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, 4 അതിർത്തി എന്നാണ് നമ്മൾ പറയുക അല്ലേ. ആ ഫോട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഫ്രെയിം വർക്കാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എഫേർട്ടുകൾ അതിനകത്ത് വിത്തിൻ ആ ഫ്രെയിമിനകത്ത്, അതായത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഫ്രെയിമിനകത്ത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വൽ എഫേർട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഓർഗനൈസേഷന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ അത് ശരി, അതിന് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഓരോരുത്തരെയും എഫേർട്ട് വിത്തിൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കിനകത്ത് എന്ത് ചെയ്യണം, അത് ഒതുങ്ങി നിൽക്കണം. അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിനെ നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ. അതായത് ഓരോ വർക്കറും അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, തിരിച്ചറിഞ്ഞ് അതിനെന്ത് ചെയ്ത് വയ്ക്കുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ എനിക്ക് ചെയ്യേണ്ട വർക്കുകൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അതിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ പേപ്പേഴ്സൊക്കെ തരുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് 2 ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഒരു പേപ്പർ കമ്പൈൻ ചെയ്തെടുക്കാൻ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യും. എനിക്ക് ഞാൻ എടുക്കേണ്ട ഭാഗങ്ങൾ എന്താണ്, മറ്റേ ടീച്ചർ എടുക്കേണ്ട ഭാഗങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, ആ 2 പോർഷൻസ് ഞങ്ങളെടുത്ത് കൂട്ടിമുട്ടും. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ കൃത്യം ഓർഗനൈസേഷൻ. അല്ലാണ്ട് ഒരു ടീച്ചർ അവിടെ നിന്ന് തുടങ്ങി ആ ടീച്ചർ തുടങ്ങിയോ നമുക്കറിയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ അവിടെ നിന്ന് തന്നെ നമ്മളും തുടങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ അതിനെയാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് അസൈനിങ് ദം ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ ചെയ്തിപ്പോൾ ഞാൻ അപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്നുകൂടി നല്ല എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ BBA നിങ്ങൾക്ക് എന്തുണ്ടാവും, 5 സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. നമുക്ക് 2 സബ്ജക്റ്റാണ് നമ്മുടെ കോമേഴ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ HOD എന്ത് ചെയ്യും, ആ 2 സബ്ജക്റ്റുകൾ എടുത്തിട്ട് ചിലപ്പോൾ 2 ടീച്ചേഴ്സിനായിട്ട് തരാം, ചിലപ്പോൾ 4 ടീച്ചേഴ്സിനായിട്ട് തരാം. അതായത് ഒരു സബ്ജക്റ്റ് തന്നെ ഡിവൈഡ് ചെയ്ത് 2 പേർക്കോ ചിലപ്പോൾ അത് 3 പേർക്കോ അതൊക്കെ ചെയ്യണത് ദാറ്റ് ഈസ് അവർലി നമുക്ക് ചെയ്യുന്ന നമ്മുടെ വർക്ക് ലോഡിൻ്റെ ബേസിലാണ്. അത് നോക്കട്ടെ, അത് ലീവ് ഇറ്റ്. അപ്പോൾ ചെയ്യേണ്ടതാണത് അത് കൃത്യമായി എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്ത് ഓരോ പേപ്പറും ഇന്ന ആൾക്ക്, ഓരോ പേപ്പറിൻ്റെയും ഇന്ന ഭാഗം ഒരാൾക്കെന്ന് കൃത്യമായി അത് ഓർഗനൈസ് ചെയ്ത് HOD എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് അത് അസൈൻ ചെയ്ത് തരും. അല്ലാതെ നിങ്ങൾ ഈ പേപ്പർ നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് എവിടെയെങ്കിലും എടുത്ത് തുടങ്ങിക്കോ, അങ്ങനെയല്ല ഒരിക്കലും പറയുക. അവിടെ നമുക്ക് ഓർഗനൈസിങ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മളിങ്ങനെയുള്ള ഓർഗനൈസിങ് എന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ദി എൻ്റർപ്രൈസസ്. നമുക്ക് ഓർഗനൈസിങ്ങിനെ പിന്നെ നമുക്ക് എന്താണെന്നാണ് പറയുന്നത്, എൻ്റർപ്രൈസിലുള്ള ഓരോ മെമ്പേഴ്സും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് പറയാം, ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓർഗനൈസിങ് എന്ന് പറയാം. ദ റിലേഷൻഷിപ്പ് ഈസ് ക്രിയേറ്റഡ് ഇൻ ടേംസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ വെറുതെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു അതോറിറ്റി
ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അതോറിറ്റിയും ആ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്യാനുള്ളവരുടെ അതോറിറ്റി കിട്ടുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതാണ് ഇവിടുത്തെ, അങ്ങനെയാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പ്. അതായത് ലോവർ ലെവൽ മാനേജേഴ്സ് ആരോട് റെസ്പോൺസിബിൾ ആയിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം മിഡിൽ ലെവൽ മാനേജേഴ്സ് ആർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? കുറച്ച് അതോറിറ്റി ലോവർ ലെവൽ മാനേജേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കൊടുക്കുമ്പോൾ ദേ ആർ റെസ്പോൺസിബിൾ ടു ദി മിഡിൽ ലെവൽ മാനേജേഴ്സ്. ഇതുപോലെ തന്നെ മിഡിൽ ലെവൽ മാനേജേഴ്സിന് കുറച്ച് അതോറിറ്റി ടോപ്പ് ലെവൽ കൊടുത്തിട്ടുണ്ടാവും, ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ മിഡിൽ ലെവൽ അപ്പോൾ ആരോട് റെസ്പോൺസിബിൾ ആണ്? ദേ ആർ റെസ്പോൺസിബിൾ ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദാറ്റ് അതോറിറ്റി ഗിവൺ ടു ദം. ഓക്കെ, അപ്പോൾ അതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ ടേംസിലാണെന്നാണ് പറയുന്നത്. ആൻഡ് എ സൗണ്ട് ഓർഗനൈസേഷൻ ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് എഫേർട്സ്. അതായത് നല്ല കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അഥവാ ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രൂപ്പ് എഫേർട്സുകൾ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാം. അല്ലാതെ അവിടെ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ റൂം തന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ നമ്മുടെ റൂം എന്ത് ചെയ്യണം? വാരി വലിഞ്ഞൊക്കെ എടുക്കണം. അതിന് പകരം നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ അടക്കി ഒതുക്കി ഓരോ ബുക്സ് അടുക്കി വെച്ചു, നമ്മുടെ ഡ്രസ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചു, എവിടെയാണ് നമ്മുടെ റൂട്ടീൻ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെച്ച സാധനങ്ങൾ കിട്ടാൻ എളുപ്പമുണ്ടല്ലേ? നമ്മളെന്താ ചെയ്യുക? ഓരോന്ന് പോയിട്ട് അടിയിൽ നിന്ന് വലിക്കും, അപ്പോൾ അതൊക്കെ കൂടി താഴെ വീഴും, ഫുൾ നേരം വൈകും അല്ലേ? ഇറങ്ങാൻ സമയത്താവും നമ്മളിതൊക്കെ ആലോചിക്കുക. അപ്പോൾ ഒറ്റ വലിയ പിടിച്ച് ഓട്ടം ഒക്കെ തിക്കുന്നതിരക്കാം. അപ്പോൾ അതല്ലാതെ കൃത്യമായി അത് അറേഞ്ച് ചെയ്ത്, അതായത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? നമുക്ക് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്താനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ദ വർക്ക് ഹാസ് ടു, അതായത് ഓരോ ദാറ്റ് ഈസ് ഈച്ച് വൺ ഇൻ ദി ഓർഗനൈസേഷൻ ഈസ് ക്ലിയർ. അതായത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്? എവ്രി വർക്കർ ഈസ് ക്ലിയർ അബൌട്ട് ഹിസ് ഡ്യൂട്ടീസ്. അതായത് ചെയ്യേണ്ട ഡ്യൂട്ടീസുകൾ അദ്ദേഹത്തിന് എന്താണെന്ന് അറിയാം. ഏത് ഡ്യൂട്ടീസിൽ തന്നെ ഞാൻ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. എനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ ആരോടാണ് അക്കൗണ്ടബിൾ, ഞാൻ ആരോടാണ് വിധേയത്വം, അല്ലെങ്കിൽ ഞാൻ ആര് പറയുന്നതാണ് അനുസരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആൻഡ് ഹൂ ഓൾ ആർ അക്കൗണ്ടബിൾ ടു ഹിം. ഇനി ഞാൻ പറയുന്നത് അനുസരിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട്, ദർ ഇസ് നോ കൺഫ്യൂഷൻ വിൽ ബി ദർ. അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഞാനിത് വീണ്ടും പറയാൻ ഇതെടുക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും ഞാൻ പോവില്ല. ഇനി മൂന്നാമത്തെയാണ് ഇതെന്ന് പറയുന്നത് സ്റ്റാഫിംഗ്. അദ്ദേഹം സ്റ്റാഫിങ്ങിനെ ദാറ്റ് ഈസ് കൂൺസ് ആൻഡ് ഓഡോണൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദ മാനേജറൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എഫക്റ്റീവ് എന്ന് കാണാം, അത് എ വെട്ടി ഇ ആക്കി മാറ്റാം. ആൻഡ് ഇഫക്റ്റീവ് സിലക്ഷൻ, appraisal and development of personnel to fill the roles designed into the structure. അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഡെഫിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാഫിംഗ് പഠിക്കുമ്പോൾ വേറെ ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേറെ നല്ല എളുപ്പമുള്ളൊരു ഡെഫിനേഷൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജറിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ മാനിങ് നടത്താമെന്നാണ്. അതായത് അവിടേക്ക് ആവശ്യമുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. മാനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അവരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് അതിന് വേണ്ട യോജിച്ച ആളുകളെ സെലക്ട് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? അപ്രൈസൽ നടത്തുന്നു, അവരെ വിലയിരുത്തുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ്, അവരെ വിലയിരുത്തിയ ശേഷം അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ടു ഫിൽ ദ റോൾസ് ഡിസൈൻഡ് ഇൻ ടു ദ സ്ട്രക്ചർ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഓരോരുത്തർക്കും ഓരോ റോളുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ റോള് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് അവരുടെ അപ്രൈസൽ നടത്തി, അതായത് അവരെ വാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരതിലേക്ക് ഫിറ്റാക്കുന്ന അവരതായത് ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ഷൻ ഇനീഷ്യേറ്റഡ്. അതൊരു ആക്ഷൻ നമ്മൾ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊക്യൂർ സ്യൂട്ടബിൾ പേഴ്സൺസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കിട്ടണം. ടു ഫിൽ വേരിയസ് ജോബ്സ് ഇൻ ദി എൻ്റർപ്രൈസിനകത്തുള്ള പല ജോലികൾക്ക് ആ ജോലി ചെയ്യാൻ ഉതകുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇതാണ് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എയിം ഈസ് ടു പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് ആൻഡ് അറ്റ് ദ റൈറ്റ് ടൈം. ഇത് ശരിയായ ആളെ ശരിയായ ജോലിക്ക് വേണ്ടി ശരിയായ സമയത്ത് അപ്പോയിൻമെൻറ്റ് നടത്താം. അപ്പോൾ അതാണ് നമ്മുടെ സാധാരണ എന്തെങ്കിലും നടക്കുന്നത് സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എയിം ഈസ് ടു പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ for the right job
അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി സ്റ്റാഫിങ്ങിൽ നമ്മൾ സ്റ്റാഫിംഗ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരുന്നുണ്ട്. സ്റ്റാഫിങ്ങിനകത്ത് തന്നെ കുറേ സബ് ഹെഡിങ്സുകളുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് നമുക്ക് ഡീറ്റെയിലേക്ക് പോകാനുണ്ട്. സ്റ്റാഫിംഗ് ഇൻക്ലൂഡ്സ് അതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, സിലക്ഷൻ ഉണ്ടായിരിക്കും, ട്രെയിനിങ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, റെമ്യൂണറേഷൻ എക്സെട്ര. കണ്ടോ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ലിസ്റ്റാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എന്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ദ ഫംഗ്ഷൻ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വരുന്നതാണ് ദാറ്റ് ഈസ് ഡയറക്റ്റിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് ഈസ് ഡയറക്റ്റിംഗ് എന്നാണ്. ഡയറക്റ്റിനെ ഇനിയാണ് കൂൺസ് ആൻഡ് ഓഡോണൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ്. ഇതാണ് ഒരു വളരെ കോംപ്ലക്സ് ഫംഗ്ഷനാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് എല്ലാ ആക്ടിവിറ്റീസും ഇതിനകത്ത് വരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? വിച്ച് ആർ ഡിസൈൻഡ് ടു എൻകറേജ് സബോർഡിനേറ്റ്സ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്ത് പെടും. സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും. ഇനി എന്തിനാണ് വർക്കേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ടു വർക്ക് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. എന്നിട്ട് അവർ എന്തിനാണ്, അതായത് അവർ കൃത്യമായി വളരെ എഫിഷ്യൻ്റായി വളരെ ഇഫക്റ്റീവായിട്ട് എങ്ങനെയാണൊരു സബോർഡിനേറ്റ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും എന്തിൽ വരുന്നതാണ് പറയുന്നത്? ഡയറക്റ്റിങ്ങിൽ വരും. ക്ലിയർ. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, ഡയറക്റ്റിംഗ് ഈസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് all those activities which are designed to encourage the subordinates to work effectively and efficiently. Clear? അത് ആലോചിച്ച് നോക്കിയത് നമ്മൾ എത്രാമത്തെ ഫംഗ്ഷനാണ് പറയുന്നത്? പ്ലാനിങ് പറഞ്ഞു, ഓർഗനൈസിങ് പറഞ്ഞു, സ്റ്റാഫിംഗ് കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ ഈ 3 ഫംഗ്ഷന് ശേഷമാണ് ഏതെന്ന് വരിക എന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് വരിക. അതായത് നമ്മൾ പ്ലാനിങ് നടത്തി, ഓർഗനൈസിങ് നടത്തി, അതിൽ വേണ്ട ആളുകളെ നമ്മൾ സ്റ്റാഫിംഗ് വഴി എന്ത് ചെയ്തു? റിക്രൂട്ട് ചെയ്തു. അല്ലെ, റിക്രൂട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തു. ഇത്രയും നമ്മൾ ആ ചെയ്തിട്ടുള്ള വർക്കേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. എ മാനേജർ ഹാസ് ടു ഗൈഡ് ആൻഡ് സൂപ്പർവൈസ് ഹിസ് സബോർഡിനേറ്റ്സ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. എ മാനേജർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിന് ആവശ്യമുള്ള രീതിയിൽ ഗൈഡ് ചെയ്യുന്നു, അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജറിയൽ പ്രോസസ് വിച്ച് ആക്ച്വേറ്റ്സ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു വർക്ക് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. മാനേജറൽ പ്രോസസ്സിൻ്റെ ഏത് ഭാഗം എന്നാണ് പറയുന്നത്? ഡയറക്ഷൻ എന്നുള്ള ഫംഗ്ഷൻ. അതായത് ഓർഗനൈസേഷൻ്റെ ഗോള് എത്ര ഭംഗിയായി വർക്കേഴ്സിനെ, ഹൗ ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ദ വർക്കേഴ്സ് വിൽ ബി ഏബിൾ ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഗോൾ. അതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡയറക്ഷനെ നമ്മൾ ശരിക്കും വിളിക്കുന്ന വേറൊരു പേരുണ്ട്, മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. അതായത് നമ്മൾ ഈ 4th ഫംഗ്ഷനാണ് എന്തെങ്കിലും ചെയ്യുന്ന പണിയിലേക്ക്, അതായത് വർക്കേഴ്സിനെ കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡയറക്റ്റിങ്ങിൽ ജോലി ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ? അവർ അതുവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, വർക്കേഴ്സിനെ സ്റ്റാഫിങ്ങിലുള്ള വഴി നമ്മൾ സ്റ്റാഫിംഗ് വഴി വർക്കേഴ്സിനെ നമ്മൾ അവരെ പ്ലേസ്മെൻറ്റ്, അവരെ നമ്മൾ അപ്പോയിൻമെൻറ്റ് നടത്തി കഴിഞ്ഞു. പിന്നെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ എന്ന് ഇതിനെ പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇത് നമുക്ക് ഡീറ്റെയിലേക്ക് പോകാനുണ്ട്. നമ്മൾ ഓരോ എലമെൻറ്റുകൾ മാത്രം, പേര് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ദാറ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ 4 എലമെൻറ്റ്. അത് ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ 4 എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്നുള്ളത് ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മുടെ 4ാമത്തെ ഫംഗ്ഷൻ്റെയും എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ദ 5th ഫംഗ്ഷൻ ദാറ്റ് ഈസ് കൺട്രോളിങ്. ആണ് നിയന്ത്രണം. അപ്പോൾ അത് ദാറ്റ് ഈസ് എന്താണ്? ഇനി ഈ കൺട്രോളിങ്ങിൻ്റെ ഈ കാര്യം ഞാൻ ഈ 5 സ്റ്റെപ്സാണ് കൺട്രോളിങ്ങിൽ ഉണ്ടായിരിക്കുക. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം എന്താണ് കൂൺസ് ആൻഡ് ഓഡോണൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണതെന്ന് നമുക്ക് നോക്കാം. According to Coons and O'Donnell, the managerial function of control is the measurement and correction of the performance. എന്നാണ് പറയുന്നത്. ഒരു ആരുടെയാണ്? ഓഫ് ദ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അളക്കുന്നു. അളന്നതിന് ശേഷം അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നു. അതാണ് പറയുന്നത് മെഷർമെൻറ്റ് ആൻഡ് കറക്ഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി സബോർഡിനേറ്റ്സ് ഇൻ ഓർഡർ ടു. ഇതിനു വേണ്ടിയാണ് നമ്മളത് കണ്ടുപിടിച്ച് തെറ്റുകൾ തിരുത്തുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ ദാറ്റ് എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ പ്ലാൻസ് ഡിവൈസ്ഡ് ടു അറ്റൈൻ ദം ആർ അക്കംപ്ലിഷ്ഡ്. ഇത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്ലാൻ ചെയ്ത പ്രകാരമുള്ള, അതായത് നമ്മൾ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് നമ്മളത് എന്ത് ചെയ്യുന്നുണ്ടോ, അറ്റൈൻ ചെയ്യുന്നുണ്ടോ, അതിനുവേണ്ടി തയ്യാറാക്കിയ പ്ലാൻ നമ്മൾ
യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്നത്. എന്താണ് കൺട്രോളിംഗ് എന്ന് പറയുകയാണെങ്കിൽ ദ മാനേജറിയൽ ഫങ്ഷൻ ഓഫ് കൺട്രോൾ ഈസ് ദ മെഷർമെൻറ്റ് ആൻഡ് കറക്ഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി സബോർഡിനേറ്റ്സ്. ഓക്കെ, അവിടെ വരെ ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു മേക്ക് ഷുവർ, എന്ത് ഉറപ്പാക്കാനായിട്ടാണ്? ദാറ്റ് എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്സുകളും ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പ്ലാൻസും ആൻഡ് ദ പ്ലാൻസ് ഡിവൈസ്ഡ് ടു അറ്റൈൻ ദം ആർ അക്കംപ്ലിഷ്ഡ്. അത് നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ, അക്കംപ്ലിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നേടിയെടുക്കുന്നുണ്ടോ, അതിന് വേണ്ടി ചെയ്യുന്ന ഫംഗ്ഷനാണ് ദാറ്റ് ഈസ് കൺട്രോളിങ്. ഈ കൺട്രോളിങ്ങിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് 5 സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. കൺട്രോളിങ്ങിൽ എന്താണ്, കൺട്രോളിങ്ങിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. അത് നന്നായി തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ തന്നെ ഞാൻ പറയും. ദാറ്റ്സ് എന്താണ്, ഫസ്റ്റ് കൺട്രോളിങ്ങിൽ വരുന്ന ആദ്യം എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതായത് ഒരു വർക്കർ ഒരു മിനിമം എത്രയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതാണ് കൺട്രോളിങ്ങിൽ ആദ്യം ചെയ്യേണ്ട പണിയെന്ന് പറയുകയാണെങ്കിൽ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു വർക്കർ ശരാശരി ഓൺ ആൻ ആവറേജ് ഒരു 100 ഏതെങ്കിലും പ്രൊഡക്ട്സുകളെടുത്തോ ഒരു 100 യൂണിറ്റ്സ് ഒരു ദിവസം ഉണ്ടാക്കണം. അതാണ് സ്റ്റാൻഡേർഡ് സെറ്റ്. 100 എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണത്. ക്ലിയർ? രണ്ടാമത്തെ എന്താണെന്നാണ് പറയുന്നത്, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ വർക്കർ വന്നു, അപ്പോൾ അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് 100 ആണ്. വർക്കർ വന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം അന്നത്തെ ജോലികളൊക്കെ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഈ ഒരു എക്സാമ്പിളിലാണ് ഞാൻ പറയുന്നത്, അയാൾ എന്ന് എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കി, അതാണ് നമ്മുടെ രണ്ടാമത്തെ, അത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, തേർഡ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വർക്കർ 90 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു, 100 ആയിരുന്നു. അയാളുടെ പെർഫോമൻസ് രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അയാൾ 90 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലായി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ വർക്കർ പെർഫോം ചെയ്ത് എത്രയാണ്, 90 ആണ്, സ്റ്റാൻഡേർഡ് 10 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി സ്റ്റാൻഡേർഡ് 100 ആണ് അല്ലേ. ഈ രണ്ടും കൂടി ഒന്ന് എന്ത് ചെയ്തു, കമ്പയർ ചെയ്ത് നോക്കി. 90 അയാൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അയാൾ മിനിമം എത്ര ഉണ്ടാക്കണമായിരുന്നു, 100 യൂണിറ്റ്സ് എങ്കിലും ഉണ്ടാക്കണമായിരുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പിൽ. അപ്പോൾ ഇങ്ങനെ കമ്പാരിസൺ നടത്തി. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണെന്നാണ് പറയുന്നത്, ഫൈൻഡിങ് ഔട്ട് ദി വേരിയൻസസ് ഓർ ഡീവിയേഷൻ ഇഫ് എനി. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലുണ്ട് അല്ലേ, 10 യൂണിറ്റ്സ് കുറവാണ് ഈ വർക്കർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വേരിയൻസസ്, ആ ഡിഫറൻസ്, വേരിയൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, എന്തുകൊണ്ടാണ് അയാൾക്ക് 10 യൂണിറ്റ്സ് കുറവുണ്ടാക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ 100 യൂണിറ്റ്സിലേക്ക് എത്താൻ അയാൾക്ക് സാധിച്ചില്ല, എന്തുകൊണ്ടാണ് 10 യൂണിറ്റ്സ് കുറഞ്ഞു പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് കണ്ടുപിടിക്കുന്നു. ഉണ്ടെങ്കിൽ ഇപ്പോൾ 100 യൂണിറ്റ്സ് തന്നെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 110 യൂണിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം ആണ്. പക്ഷേ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ആ വേരിയൻസോ ഡീവിയേഷൻസോ കണ്ടുപിടിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഓർ മെഷേഴ്സ്. അപ്പോൾ എന്തുകൊണ്ട് ഈ 10 യൂണിറ്റ് ആളിൽ നിന്ന് കുറഞ്ഞു പോയി, ചിലപ്പോൾ അന്നത്തെ ദിവസം വല്ല എന്തെങ്കിലും കാരണങ്ങളുണ്ട്, അയാൾക്ക് ചിലപ്പോൾ അന്ന് സില്ലി ആയിട്ടുള്ള റീസൺസ് പോലെ ആയിരിക്കാം, നേരം വൈകി എത്തിയതായിരിക്കാം, മേ ബി അന്ന് അയാൾക്ക് വിചാരിച്ച പോലെ റോ മെറ്റീരിയൽസ് കിട്ടാൻ നേരം വൈകിയിരിക്കാം, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം, മെനി റീസൺസ് അതിനുണ്ടായിരിക്കാം. എന്തിരുന്നാലും ശരി, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താണ്, ഇനി അതുണ്ടാവാതിരിക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള മെഷേഴ്സ് എന്താണെന്നുള്ളതെങ്കിൽ എടുക്കുക. അപ്പോൾ ഈ 5 സ്റ്റെപ്സാണ് കൺട്രോളിങ്ങിൽ പറയുന്നത്. ഈ ഒരു സ്റ്റെപ്സ് ഒരു കാരണവശാലും ഇനി മറന്നു പോകാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ദാറ്റ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഈച്ച് ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.